പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കാമോ? കേൾക്കാം സിസ്റ്റർ. വീണ്ടും വരാമെന്നരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എബനെസർ മലയാളം ഫെലോഷിപ്പ് അത് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസി ഫേബ സിസ്റ്റർ കുടുംബം, അതുപോലെ എബനെസർ മലയാളം ഫെലോഷിപ്പിൽ പങ്കെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരായ ദൈവത്തിന്റെ മക്കൾ, വിവിധ ടൈം സോണിൽ നിന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ സ്നേഹിതർ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹത്തെ ഈ സമയം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ കർത്താവിന്റെ ദാസി എന്നെ പരിചയപ്പെടുത്തിയല്ലോ. കൂടുതലൊന്നും എന്നെക്കുറിച്ച് പറയാനില്ല. ഞാൻ ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് എന്നെ നിലനിർത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട കാലം മുതൽ ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ പ്രിയപ്പെട്ടവനും ഞാനും RC ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വരുവാനിടയായതിനൊരു കാരണമുണ്ട്. ഒരു ആക്സിഡന്റ് മൂലം ഞാൻ നിത്യരോഗിയായി തീർന്നു. 3 വർഷം അടുപ്പിച്ച് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഞാൻ തളർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ സ്ഥാനത്ത് യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്താൽ കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഞാനത് വിശദീകരിച്ചാൽ ഒരുപക്ഷെ എനിക്ക് തിരുവചനത്തിലേക്ക് ശുശ്രൂഷിപ്പാൻ സമയം കുറഞ്ഞു പോകും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് തരുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ കർത്താവില് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വളരെ ചെറുപ്പത്തിൽ എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് ഒരു മോള് ഉണ്ടാകുന്നതിന് മുമ്പ്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പാണ് എനിക്ക് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. എന്നാൽ അന്ന് ഒബ്സർവേഷന് വേണ്ടിയൊക്കെ ഇട്ടുവെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. എന്നാൽ മോളുണ്ടായി ഒരു 2 മാസം കഴിഞ്ഞപ്പം മുതൽ എന്നെ കണ്ടാൽ യാതൊരു ആരോഗ്യ പ്രശ്നമുള്ളതായിട്ട് തോന്നത്തില്ല. പക്ഷേ എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ, എൻ്റെ കുഞ്ഞിനെ എടുക്കാനൊക്കെ കഴിയാതെ വളരെ ഭാരപ്പെട്ട സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരു സാധുവായ ഒരു മനുഷ്യൻ പണിക്കൊക്കെ വരുമായിരുന്നു. ആ മനുഷ്യന് സത്യദൈവത്തെ ആരാധിക്കുന്ന, വേർപെട്ട് ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ ഒരു ദൈവ പൈതലായിരുന്നു. അല്ല, ആ മനുഷ്യന് ഞങ്ങളോട് വളരെ താല്പര്യം തോന്നിയിട്ടായിരിക്കാം അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, സാറേ, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ കർത്താവും ഞാനുമായിട്ട് സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞ ഉടനെ എൻ്റെ പ്രിയപ്പെട്ടവനും ഞാനും പൊട്ടിച്ചിരിച്ചു. കാരണം ഇവിടെ ഞങ്ങളൊക്കെ ഇരിക്കുമ്പം ഈ കുഞ്ഞാപ്പച്ചായനോടാണോ കർത്താവ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞങ്ങള് അദ്ദേഹത്തെ കളിയാക്കി. പക്ഷെ വീടിനകത്ത് മുറിക്കകത്ത് കയറിയപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, അപ്പ കാര്യമൊക്കെ ശരിയാണ് എന്നും. വളരെ ഇരുണ്ട് കറുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് പുറത്ത് നോക്കിയാൽ ഒരു ഭംഗിയൊന്നും, കേട്ടോ, അന്നത്തെ കാലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, ഇപ്പോഴല്ല. അപ്പം ഒരു ഭംഗിയോ ഒരു ഇഷ്ടമോ ഒന്നും തോന്നാത്ത ഒരു മനുഷ്യൻ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞപ്പ കാര്യമൊക്കെ ശരിയാ, പക്ഷേ ആ മനുഷ്യന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം കറക്റ്റ് സമയത്ത് ജോലിക്ക് വരും, ജോലിയോ ഉഴപ്പത്തില്ല, ജോലി കഴിഞ്ഞ ഉടൻ കൂലി വാങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും. അപ്പം അത് ദൈവത്തിന്റെ മക്കളെ, നമ്മള് ദൈവമക്കളാണ്. ഞാൻ ഒരു വിശ്വാസിയല്ലായിരുന്നു എന്ന് ഞാൻ നോട്ടീസ് ചെയ്യാനുണ്ടായ ഒരു കാര്യമാണ് ഞാനിപ്പോ നിങ്ങളോട് അറിയിച്ചത്. ഒരു പക്ഷേ ആ മനുഷ്യന്റെ പ്രാർത്ഥനയായിരിക്കാം എൻ്റെ പ്രിയപ്പെട്ടവന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഞങ്ങള് നാട്ടിൽ നിന്ന് കണ്ണൂരേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ ആയിരിക്കുമ്പോഴാണ് എൻ്റെ രോഗം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിന്റെ മക്കളെ, ഞാൻ പെട്ടെന്ന് പറയട്ടെ, 1.5 മാസം ചവിട്ടി തീരുമാനമായിട്ട് എന്നെ ആലുവയിൽ കൊണ്ടേ കിടത്തി. അതിനുശേഷം കുറവില്ല, വീണ്ടും വന്ന് 6 മാസം ആലുവയിൽ വേറെ ഒരു സ്ഥലത്ത് ഒരു ജൂൺ 10 എന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് ഡിസംബർ ലാസ്റ്റ് ആണ് എൻ്റെ പ്രിയപ്പെട്ടവൻ ദേഷ്യപ്പെട്ടൊക്കെയാണ് എന്നെ അവിടുന്ന് കൊണ്ടുവരുവാൻ ഇടയായത്. അവിടുന്ന് പോരുമ്പോൾ വൈദ്യൻ പറഞ്ഞ കാര്യം ഇതാണ്, ഞാന് 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ തളർന്നു പോകുമെന്നാണ് ഡോക്ടർ പറയുവാനിടയായത്. എന്നാൽ ഞങ്ങൾ കണ്ണൂര് താമസിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവന്റെ ഒരു
കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് അവർ ഫാമിലി ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ, ഒരു സെബാസ്റ്റ്യനും ലാലിയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യസുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവരെ കളിയാക്കി വിടുവാനിടയായി. കാരണം എന്നാ ചോദിച്ചാല്, എൻ്റെ വീട്ടിൽ നിന്ന്, ഞാൻ ചെറുപ്പം ഒരു 8ാം ക്ലാസ് മുതൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കാനിടയായത്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് വിടുമ്പോൾ എന്നെ വളരെ ചെറുപ്പത്തിലെ ഞാൻ ഉണ്ടായി 9 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ, എൻ്റെ ഫാദർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്. അതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, മോളെ ഈ ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പോൾ കണ്ട ജാതികളുമായിട്ടൊന്നും കൂട്ടുകൂടി ആവശ്യമില്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടും ഈ ലാലിയും സെബാസ്റ്റ്യനും എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എതിർത്തു. എൻ്റെ പ്രിയപ്പെട്ടവന്റെ ഫ്രണ്ടാണ് സെബാസ്റ്റ്യൻ. അപ്പോൾ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഞാൻ ഒരുപക്ഷെ വിശ്വസിക്കും, പക്ഷെ അവള് ഒരിക്കലും വരുമെന്ന് നിങ്ങൾ ഓർക്കണ്ട എന്ന് അവരോട് പറഞ്ഞിരുന്നു. ദൈവമക്കളെ, എന്നാല് ആ ചർച്ചിൽ പോകുന്ന വേറെ ഒരു ഫാമിലി, ഒരു അക്രൈസ്തവനായ ഒരു ദൈവത്തിന്റെ ദാസനും അദ്ദേഹത്തിന്റെ വൈഫും എൻ്റെ പ്രിയപ്പെട്ടവനില്ലാഞ്ഞ സമയത്ത് എൻ്റെ വീട്ടിൽ വന്നു. ദൈവത്തിന്റെ തിരുവചനമിനോട് സംസാരിച്ചു. നീ ദൈവത്തിന്റെ പൈതലായില്ല എങ്കിൽ നീ സൗഖ്യമാകത്തില്ല, നീ നിത്യതയിൽ കാണത്തില്ല. വളരെ കർശനമായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് തർക്കിച്ചു. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവളാണ്. എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഒക്കെയുള്ള ഒരു ഭവനത്തിലെ വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ പറയാൻ സാധിക്കും? അപ്പോൾ അവര് വിശുദ്ധ വേദ പുസ്തകം എടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വചനം. അപ്പൊ ഞാൻ അതിനെല്ലാം, നിങ്ങൾക്കറിയാലോ, ആർസിയിൽ നിന്ന് വന്നയാള് അതിനെങ്ങനെ മറുപടി പറയുമെന്ന് നിങ്ങൾക്കറിയാം. അത് ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല. അങ്ങനെ ഞാൻ മറുപടി പറഞ്ഞു. ഉടനെ റോമർക്ക് എഴുതിയ ലേഖനം 10:9-10 വചനം എടുത്തിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപികളാണ്. സിസ്റ്റർ പാപം ചെയ്തില്ലെങ്കിലും നിങ്ങൾ ജനിച്ചത് പാപിയായി, ദൈവത്തിൽ നകന്നുപോയ, ദൈവ തേജസ് നഷ്ടപ്പെട്ട ഒരു ഗ്രാൻഡ് ഫാദറിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ശരീരത്തിലൂടെ ഓടുന്ന ബ്ലഡ് ദൈവത്തോട് എതിർത്ത് നിൽക്കുവാൻ അനുസരണക്കേടിന്റെ ആത്മാവാണ് നിങ്ങളെ ഭരിക്കുന്നത്. നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം എടുത്ത് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ റോമർക്ക് എഴുതിയ ലേഖനം 10:9-10 വചനമെടുത്ത് വായിച്ചു. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. രോഗസൗഖ്യം മക്കളുടെ അവകാശമാണ്, അത് പുറത്തുള്ളവർക്കല്ല. ദൈവത്തിന്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് രോഗസൗഖ്യം. ഇനി പുറത്തുള്ളവർക്ക് ദൈവം സൗഖ്യം കൊടുത്താൽ അതിന്റെ അർത്ഥം അവൻ ദൈവത്തിന്റെ പൈതലാകണം, വിടുവിച്ച ദൈവത്തിന്റെ അടുക്കലേക്ക് അവൻ മടങ്ങി വരണം. അതിനാണ് ആമേൻ യേശുവിന്റെ മക്കളാകാത്തവർക്കും ജനം കൂടുന്നിടത്തും യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആമേൻ ചിലരെ കർത്താവ് തൊടുന്നത്, ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നത്. 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ഒരുവൻ മാത്രമാണ് ആമേൻ നന്ദി കാണിക്കുവാൻ മടങ്ങി വന്നത്. ബാക്കി 9 പേരെ പോലെ നമ്മൾ ഓടിപ്പോകാനല്ല, നന്ദിയോടെ വീണ്ടെടുത്തവനെ സൗഖ്യമാക്കവന്റെ അടുക്കൽ വരാനാണെന്നുള്ള ആമേൻ ആ തിരിച്ചറിവ് ആമേൻ ദൈവത്തിന്റെ കൃപയിലേക്ക് വന്നപ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുവാനിടയായത്. അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് യേശുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിച്ചു. തുടർന്ന് വേഗത്തിൽ പറയട്ടെ, ആ സഭയിൽ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുമ്പോൾ 3 ദിവസത്തെ പ്രെയർ നടക്കുകയാണ്. അവർ എന്നെ വളരെ സ്നേഹത്തോടെ വന്ന് ക്ഷണിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, എനിക്ക് വരാൻ സമയമില്ല, ഞാൻ നിന്നെ അവിടെ കൊണ്ട് വിടാം എന്ന് പറഞ്ഞിട്ട് പോവാനിടയായി. അങ്ങനെ 3 ദിവസം ഞാൻ ആ ഫാസ്റ്റിംഗ് പ്രെയറിൽ പങ്കെടുത്തു. ദൈവത്തിന്റെ മക്കളെ, ലാസ്റ്റ് തിരുവചനം ശുശ്രൂഷിക്കാനായി എവിടെ നിന്നോ കടന്നു വന്ന ഒരു ദൈവദാസൻ, എനിക്ക് അവരെ ആരെയും പേഴ്സണലി അറിയത്തില്ല, ആ സഭയിലുള്ളവരെ അറിയത്തില്ല. ഈവൻ ആകെ എനിക്കറിയാവുന്ന സെബാസ്റ്റ്യനെയും ലാലിയെയും എൻ്റെ ഭവനത്തിൽ വന്ന് വചനം പറഞ്ഞ ആ ദൈവദാസനെയും കുടുംബത്തെയും മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്നാൽ എവിടെ നിന്നോ ദൂരെ നിന്ന് വന്ന ദൈവത്തിന്റെ ദാസൻ അമേൻ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അമേൻ, ഇവിടെ രോഗികളായി ശരീരത്തിൽ ബലഹീനത അനുഭവിക്കുന്ന അനേക വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ആമേൻ. കർത്താവിന്റെ വചനം പറയുന്നു 2 കൊരിന്ത്യർ 12:9, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് ആമേൻ, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ആമേൻ ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു, ആമേൻ, പ്രിയപ്പെടുന്നു എന്നുള്ള വചനം അവിടെ ഒന്ന് വിളിച്ചു പറയുമ്പോൾ ആമേൻ, എന്നെ ആരും തൊട്ടിട്ടില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം അറിഞ്ഞു,
എന്റെ ഉള്ളത്തിൽ സംതിങ്, ഹല്ലേലൂയ, എന്റെ ഉള്ളത്തിൽ എന്തോ ചിലത് നടക്കുന്നത് ഞാൻ അറിയുവാൻ ഇടയായി. എന്റെ പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, ഞാൻ സൗഖ്യമായില്ല, പക്ഷേ 1000 കിലോ ഭാരവുമായിട്ടായിരുന്നു ഞാൻ നടന്നത്. എന്നാൽ ഈ ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിനകത്തേക്ക് വന്നിറങ്ങിയപ്പോൾ ആ ഭാരമെല്ലാം ഒഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എന്താ പറയാ, വായുവിൽ പൊങ്ങി നടക്കുന്നത് പോലെ എന്റെ സ്വർഗത്തിലെ ദൈവം ആ ഭാരമെല്ലാം മാറി എന്റെ മുഖം, ഹല്ലേലൂയ, പ്രകാശിക്കാൻ തുടങ്ങി. ഞാൻ സന്തോഷവതിയാകാൻ തുടങ്ങി. എനിക്കറിയാം എന്നിൽ ദൈവം എന്തോ ചെയ്തെന്ന്. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ പ്രിയ ദൈവത്തിന്റെ മക്കളെ? എന്റെ ഭവനത്തിലേക്ക് വന്നു. എനിക്കൊന്നും അറിയത്തില്ല. ഈ വിശുദ്ധ വേദപുസ്തകം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതായതുകൊണ്ട് എന്റെ വീട്ടിലുമുണ്ട്. 3 4 ഒന്ന്, കൊച്ചു കരയുമ്പോൾ അതിന് പേടി കിട്ടാതിരിക്കാൻ അഴുക്കിന്റെ, ഇങ്ങനെയാ പറഞ്ഞ, അഴുക്കിന്റെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ തലേണയുടെ അടിയിൽ വെച്ചിരുന്നത്. അടുത്തത് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ എന്തോ പറയാ, മെഴുകുതിരി 2 സൈഡിലും കത്തിച്ച് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ബൈബിള. അടുത്തത് എന്റെ പ്രിയപ്പെട്ടവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് മേശയുടെ ഡ്രോ വലിച്ചിട്ട് അവിടെ വെച്ച് തന്നെ പെട്ടെന്ന് തുറന്ന് വായിച്ചിട്ട് പോകുന്ന ഒരു വചനം. പിന്നെ ഒരു ബൈബിൾ, അടുത്ത ഒരു പുതിയ നിയമവും ഞങ്ങളുടെ വീട്ടിലുണ്ട്. ദൈവത്തിന്റെ മക്കളെ, എനിക്ക് ഒരു വചനവും അറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. കറക്റ്റായിട്ട് 53 മണി ജപം ചെല്ലും. മുട്ട കുത്തി നിന്ന് ഇനി വേണ്ടി വന്നാൽ 153 മണി ജപവും ചെല്ലും. അടുത്തത് എൻ്റെ പ്രിയ ദൈവത്തിന്റെ മക്കളെ, കറക്റ്റായിട്ട് ബൈബിൾ വായിക്കും. വായിച്ച ആൾക്കും അറിയത്തില്ല, കേട്ട വ്യക്തിക്കും അറിയത്തില്ലാത്ത വിധത്തിൽ വായിക്കും. കാരണം ടിവിയിലെ സീരിയല്, സിനിമ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് പ്രാർത്ഥനയ്ക്കിരിക്കുന്നത്. അങ്ങനെ കഴിവുണ്ടേ കറണ്ട് കട്ടുള്ള സമയത്ത് പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം. ദൈവത്തിന്റെ കൃപയാൽ, ഹല്ലേലൂയ, ദൈവമക്കളെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ മോള് സ്കൂളിൽ പോവാൻ തുടങ്ങിയിരുന്നു. അവള് LKG. അപ്പൊ അവൾക്ക് കുറെ ആർട്ട് വർക്കിനൊക്കെ വേണ്ടി കുറെ കളർഫുൾ പേപ്പർ കട്ടിങ് ഉണ്ടായിരുന്നു. ഞാന് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കേട്ട വചനം 2 കൊരിന്ത്യർ 12:9. ഞാൻ നോക്കുന്ന എല്ലായിടത്തും ഈ വചനം എഴുതി ഒട്ടിക്കുവാനിടയായി. ഞാൻ എവിടെ തിരിഞ്ഞാലും എൻ്റെ കൃപ നിനക്ക് മതി. എവിടെ, എൻ്റെ ബെഡ്റൂമില്, കിച്ചണില്, ലിവിംഗ് റൂമില്, എല്ലായിടത്തും ഈ വചനം. എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു പൊട്ടിയെ പോലെ ഇത് ചെയ്തു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഞാൻ സൗഖ്യമായത് എപ്പോഴാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവന് വേണമായിരുന്നു എന്നെ തോർത്തുവാൻ. എനിക്കോ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാൻ മേല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കരങ്ങൾ കൊണ്ട് എടുക്കാൻ മേലാത്ത അവസ്ഥയായിരുന്നു. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം, ജീവനും ചൈതന്യവും നൽകുന്ന ദൈവത്തിന്റെ വചനം എന്നെ സൗഖ്യമാക്കി. ആരാധനയ്ക്ക് പോകുവാൻ ഒരുപാട് തടസ്സങ്ങളായിരുന്നു. നിങ്ങൾക്കറിയാവല്ലോ, ഒരു RC വിഭാഗത്തിൽ നിന്ന് വന്ന വ്യക്തി, അതിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാവരും കൂടെയുണ്ട്. അതിന്റെ മധ്യത്തിൽ സർവശക്തനായ ദൈവം ആരാധനയ്ക്ക് പോകുവാൻ ഞാൻ പെട്ടെന്ന് പറയാണ്, കൊതി വന്ന് അതിന് പോകാൻ തുടങ്ങി. ഇന്ന് ആരാധന ലീഡ് ചെയ്ത പ്രിയ മകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ആത്മ നിറവിലുള്ള ആരാധന ദൈവത്തിന് കാഴ്ചവെക്കുവാൻ പ്രിയ മകളെ ദൈവം സഹായിച്ചല്ലോ. അനേക വേദികളിൽ, അനേക രാജ്യങ്ങളിൽ ദൈവം അവരെ കുടുംബമായി അതിശക്തമായി ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി എടുത്തുപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മക്കളെ, ഞാൻ ആ സഭയിൽ ചെന്ന നാൾ മുതൽ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ മീറ്റിംഗിൽ പ്രാർത്ഥിച്ചാരംഭിച്ചതാരാന്ന് എനിക്കറിയില്ല. എനിവേ, പ്രാർത്ഥിച്ച് ആരാധന ഈ മീറ്റിംഗ് തുടങ്ങിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസ്യപ്രിയ സിമി മാത്യു തുടർന്ന് ഹല്ലേലൂയ വചന ധ്യാനത്തിനും എല്ലാം കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിപ്പാനിടയായി. പ്രിയ കർത്താവിന്റെ ദാസിയെ ദൈവം ശക്തമായി നാളുകളിൽ എടുത്ത് ഉപയോഗിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി അനേകരെ യേശുവിനായി നേടുവാൻ പ്രിയ മകളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, ആരും അറിയാതിരുന്ന ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ആരേലും കൂട്ട് വേണമായിരുന്നു. അങ്ങനെ ഒരു പേടിത്തൊണ്ടിയായിരുന്നു ഞാന്.
ഹല്ലേലൂയ. എന്റെ മൂത്ത മോൾ ഉണ്ടായി. ഞാൻ വേഗത്തിൽ പറയട്ടെ, ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് വൈദ്യശാസ്ത്രം എന്നോട് പറഞ്ഞതാ. കാരണം ചവിട്ടി തിരുമിലൂടെയും എനിക്ക് നൽകിയ ചികിത്സയിലൂടെയും എന്റെ യൂട്രസിന് കംപ്ലൈന്റ് ആയി ഇനി ഒരു കുഞ്ഞുണ്ടാകില്ലെന്ന് പറഞ്ഞതാണ്. എന്നാൽ ഹല്ലേലൂയ, ഞങ്ങൾ കുടുംബമായി ഈ ദൈവത്തിൽ വിശ്വസിച്ചു. എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. 7.5 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ മൂത്ത മോള് എന്റെ വയറെ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, യേശുപ്പച്ച എനിക്ക് ഒരനുജത്തിയെ കളിക്കാൻ കൂട്ടായി തരണമെന്ന്. ഹല്ലേലൂയ. എന്റെ മൂത്ത മോള് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ അത്യുന്നതനായ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു മോളെ കൂടി സ്വർഗത്തിലെ ദൈവം തരുവാനിടയായി എനിക്ക് തോന്നുന്നു. പ്രിയ മോളും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. മൂത്ത മോള് UK അവളുടെ ടൈം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ കാണത്തുള്ളൂ, അതുകൊണ്ട് കയറിയോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ, ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഇന്ന് ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവര് ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ദൈവത്തിന്റെ ആത്മാവിൽ എന്റെ അനുഭവത്തിൽ നിന്ന് ആരും നിങ്ങളുടെ അടുക്കൽ വരണ്ട, ആരും നിങ്ങളുടെ തലയിൽ കൈ വെക്കണ്ട. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം തുറക്കണം, ദൈവത്തിന്റെ തിരുവെഴുത്ത് നിങ്ങൾ വായിക്കണം. ജീവൻ നൽകുന്നതാ, ചാവാറായതിനെ പുതുക്കുന്നതാ എന്റെ ദൈവം. എന്റെ ദൈവത്തിന്റെ വചനത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. എന്റെ ദൈവത്തിന് ദൈവത്തിന്റെ വചനത്തിന് കേറി ചെല്ലാൻ മേലാത്ത ഒരു ഏരിയ പോലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലും ലോകത്തിന്റെ ഏത് കൂരിരുട്ടിന്റെ നടുവിലും ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന് കയറി ചെന്ന് പ്രവർത്തിപ്പാൻ കഴിയും. ഇളയ മോളുണ്ടായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, അവൾക്ക് ഒരു 6 വയസ്സുള്ളപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു പ്രിയ ഉഷ ആന്റി, അമ്മാളാന്റി, പ്രിയ ഫേബ, അവരൊക്കെ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവരെല്ലാം എന്നെ വളരെ വ്യക്തമായി അറിയുന്ന സഹോദരിമാരും ദൈവത്തിന്റെ ദാസിമാരുമാണ്. എന്റെ മോൾക്ക് ഒരു 6 വയസ്സായപ്പോൾ ഒരു ദിവസം രാവിലെ അവളെ സ്കൂളിൽ വിടാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ ഞാൻ അവളെ കുളിപ്പിക്കുന്ന സമയത്ത് അവളുടെ ചെവിയുടെ പുറകിൽ ഒരു മാങ്ങയേക്കാൾ വലുപ്പത്തിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന് മക്കളെ, എന്റെ പ്രിയപ്പെട്ടവനെന്ന് അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പൊ അദ്ദേഹം വരുവാൻ കുറച്ച് ലേറ്റ് ആകും. അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലം, ലാൻഡ് ഫോണേ ഉള്ളൂ. അല്ലേ, ഉണ്ടായിരിക്കും എല്ലാവർക്കും. ഞങ്ങൾ അതിന് താല്പര്യം കാണിച്ച് ലാൻഡ് ഫോണേ ഉള്ളൂ ഞങ്ങൾക്ക്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവന് വരാനായിട്ട് വെയിറ്റ് ചെയ്തു. ഞങ്ങളെ സാധാരണ എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ കാണുന്നത് ഹോമിയോ ഡോക്ടറെയാണ് മക്കളെ കാണിക്കുന്നത്. അങ്ങനെ ഹോമിയോ ഡോക്ടറുടെ ഏരിയ കൊണ്ടുപോയി ലേഡി ഡോക്ടർ എന്നോട് പറഞ്ഞു, ലവ്ലി, ഇത് നമ്മൾ ഓർക്കുന്ന കാര്യമൊന്നുമില്ല, ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ ഏതെങ്കിലും പീഡിയാട്രിഷ്യനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഞങ്ങള് കഞ്ഞിക്കുഴിക്ക് അടുത്തുള്ള കൃപ എന്ന് പറയുന്ന എന്താ പറയാ പീഡിയാട്രിക് ഡോക്ടറെ പോയി കുഞ്ഞിനെ കാണിച്ചു. അദ്ദേഹത്തെ കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സാറേ ഇതേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ENT സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കൊണ്ടേ കാണിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ മോളെയും കൊണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അവർ നോക്കിയിട്ട് പറഞ്ഞു, സാറേ ഇത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യമില്ലേ, കുട്ടിയുടെ ബ്രെയിനിനകത്തേക്കും ചെവിയുടെ ആ ബോണിലേക്ക് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിവിടെ ചെയ്യാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അതേ മക്കളെ, ഒരു ദിവസം 4 ഡോക്ടർമാരെ. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഈ വിവരം പറയുമ്പോൾ മെഡിക്കൽ കോളേജിലെ OP ടൈം കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം എൻ്റെ കൂടെയുള്ള തമ്പിച്ചാനികളും ഉഷ്യാൻ്റെ അവർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവര് പറഞ്ഞു, സാറേ നമുക്ക് ഈവനിങ്ങിൽ നമുക്ക് ഡോക്ടറെ പോയി വീട്ടിൽ ചെന്ന് കാണാം, നമുക്ക് വേണ്ട കാര്യം ചെയ്യാമെന്ന് പറഞ്ഞവർ ആശ്വസിപ്പിച്ച് ഞങ്ങളെ. ദൈവമക്കളെ, 7.5 വർഷം കഴിഞ്ഞ് ദൈവം തന്ന ദാനമാണ്. അത് മാത്രമല്ല, ഞാന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് നിന്ദയ്ക്കകത്തൂടെയും പരിഹാസത്തിന്റെ അപമാനത്തിന്റെ മധ്യത്തിലൂടെയാണ് ഞങ്ങൾ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ, കർത്താവേ
ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈവനിങ്ങിൽ മെഡിക്കൽ കോളേജിലെ അവിടെയുള്ള ജോ ജേക്കബ് ENT സ്പെഷ്യലിസ്റ്റ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം ആദ്യം എന്നെ കുറെ വഴക്ക് പറഞ്ഞു. നിങ്ങൾ ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, അവൾക്ക് വളരെ നാളുകളായിട്ട് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ മോളെ എൻ്റെ കൂടെ കിടത്തി അല്ലെങ്കിൽ കുളിപ്പിച്ച് അങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്ന ഞാനത് കണ്ടില്ല എന്ന് പറയുന്നത് എനിക്ക് വളരെ വിഷമമുണ്ടായി. എങ്കിലും അദ്ദേഹം പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ഉള്ളിൽ നല്ല, അതായത് ബോണേഡ് വരെ ഇത് ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് ചെവി തുറന്ന് ഒരു മേജർ സർജറി നടത്തണം. ഒന്നുകിൽ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, ഒന്നെങ്കിൽ അവളുടെ കേൾവി എന്നേക്കുമായി നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു സൈഡ് പാരലൈസ്ഡ് ആയിട്ട് പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങള് കുഞ്ഞുമായിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ദൈവമക്കളെ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവന് ഞാൻ ഒരുപാട് അന്ന് ഞങ്ങൾ കോട്ടയത്ത് ഉള്ള ഒരു സഭയിലാണ് പോകുന്നത്. ഈ വിവരമറിഞ്ഞ ദൈവത്തിന്റെ ദാസന്മാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നു പ്രാർത്ഥിച്ചു. ഒരു 7:30 മണിയായപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, സാറ് സിസ്റ്ററും കൂടെ അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരണം. ഇവിടെ ഒരു ക്യാൻസർ പേഷ്യന്റ് വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നു. ഇവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, അവര് രക്ഷപ്പെടുമോ എന്ന് അറിയത്തില്ല. എനിവേ ദൈവരാജ്യത്തിൽ കാണുവാൻ ഇടയാകണം, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനം തകർന്നു. ഞാൻ ഇത് നിങ്ങൾക്ക് ഒരു പ്രചോദനമായി, നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് തട്ടി ഉണർത്താനായി, പരിശുദ്ധാത്മാവ് ഫേബ സിസ്റ്ററുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല എന്താ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത് പോലെ, ഞാൻ പറയുന്ന പോലെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവനോട് ചോദിച്ചേടോ, നമ്മൾ ഈ സമയത്ത് പോകാൻ പറ്റുമോ നമുക്ക്? ഞാൻ പറഞ്ഞപ്പ നമുക്ക് പോകാം. കുഞ്ഞിനെ എൻ്റെ പ്രിയപ്പെട്ടവന്റെ മാതാവും അവരുടെ മൂത്ത ചേച്ചി തങ്കുമോളുണ്ട്, അവരുടെ ഏരിയാക്കിയിട്ട് ഞങ്ങൾ പോയി. ദൈവത്തിന്റെ മക്കളെ, ആ സഹോദരി വളരെ സീരിയസ് ആയിട്ട് ലാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് കിടക്കുകയാണ്. ഞങ്ങൾ അവരോട് പോയി യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം, മനുഷ്യനെ നീതീകരിക്കുന്ന, അശുദ്ധനെ വിശുദ്ധനാക്കുന്ന, നിത്യരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുന്ന യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം ആ സഹോദരിയോട് പറഞ്ഞു. അവർ യേശുവിനെ രക്ഷിതാവായി തകർന്ന ഹൃദയത്തോടെ തത്ത പറയുന്ന പോലെ പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവർ വളരെ ആവശ്യബോധത്തോടെ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് ദൈവത്തിന്റെ മകളായി തീരുവാനിടയായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ മാന്യ സഹോദരി ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. ദൈവത്തിന്റെ മക്കളെ, തിരിച്ചു ഞങ്ങൾ ഭവനത്തിൽ വന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. രാവിലെ ഞങ്ങൾക്ക് ഡോക്ടറുടെ അടുക്കൽ പോകണം. അതുകൊണ്ട് ഹല്ലേലൂയ, കുഞ്ഞിനെ നടുക്ക് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ മോള് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നോട് ചോദിക്കും, അമ്മേ ഞാൻ മരിച്ചു പോകുമോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്കറിയാവല്ലോ, നിങ്ങളൊക്കെ മാതാക്കളാണ്, നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നവരാണ്. എൻ്റെ ഉള്ളം തകർന്നു പോകുന്ന പോലെയുള്ള വേദന വന്ന് അവളെ നടുക്കിരുത്തി ഞങ്ങൾ 3 പേരും, എൻ്റെ മൂത്ത മോളും എൻ്റെ പ്രിയപ്പെട്ടവനും ഞാനും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എപ്പോഴോ കിടന്നുറങ്ങി. 5:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിച്ച് ബെഡ്ഷീറ്റ്, ഫ്ലാസ്ക്, അതുപോലെ കുഞ്ഞിന് വേണ്ടുന്ന ഡ്രസ്സുകളെല്ലാം എടുത്ത് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മോൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. സാറ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പ്രൈസ് ദ ലോർഡ് മമ്മ, യേശുപ്പച്ചൻ എന്നെ സൗഖ്യമാക്കി. ദൈവമക്കളെ, ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് ചെവിയുടെ പുറകിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം എൻ്റെ കുഞ്ഞിന്റെ ചെവിയുടെ പുറകിലില്ല. ഇതിന് സാക്ഷികളാണ് എൻ്റെ കൂടെ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട തമ്പിച്ചാനുകള്, ഉഷാന്റി, അമ്മ, ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും കുഞ്ഞും, ഹല്ലേലൂയ, ഇനി ഹോസ്പിറ്റലിൽ പോകണ്ട, ദൈവം സൗഖ്യമാക്കില്ലോ എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, അങ്ങനെയല്ല, നമുക്ക് ഈ കുഞ്ഞുമായിട്ട് പറഞ്ഞ സമയത്ത് തന്നെ ഡോക്ടറെ ചെന്ന് കാണാം. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ OP പോയി കണ്ട്. നിങ്ങൾക്കറിയാവല്ലോ, ENT OP എന്ന് പറഞ്ഞ ജനസമൂഹമാണ്. അതിൻ്റെ അടുക്കൽ എൻ്റെ കുഞ്ഞുമായിട്ട് ഇരുന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി എന്താ ചെയ്തേ? അപ്പം എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, സാറേ, ഞങ്ങള് ആത്മാർത്ഥമായിട്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഞാൻ എന്തേറെ ഉച്ചത്തിൽ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു മൈ ജീസസ് എന്ന് പറഞ്ഞ് ഞാൻ അന്തേറെ ശബ്ദത്തിൽ അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കാമോ? അങ്ങനെ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. ദൈവം എന്നെ സഹായിച്ചു.
ഞാൻ അങ്ങനെ കർത്താവ് ഞങ്ങളെ സൗഖ്യമാക്കി നല്ല സാക്ഷ്യത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പിന്നീട് ഒരു അവസരത്തിൽ ബാക്കി സാക്ഷ്യങ്ങൾ ദൈവം അനുവദിച്ചാൽ പറയാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ തന്നതായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം, ഞാനോ എൻ്റെ പ്രിയപ്പെട്ടവനോ ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കോഴ്സ് ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടില്ല ബൈബിൾ കോളേജ് സംബന്ധമായിട്ട്. കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ചതല്ലാതെ ഒന്നും എനിക്കുമില്ല, എൻ്റെ പ്രിയപ്പെട്ടവനുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവൻ കർത്താവിന്റെ കരങ്ങളിൽ അമൻ ജോലിയോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുകയായിരുന്നു. കർത്താവിന്റെ സമയമായപ്പോൾ 10 വർഷം മുൻപ് കർത്താവിന്റെ തിരുസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. ഒരിക്കലും ഞാൻ ഇനി എഴുന്നേൽക്കുമെന്ന് ലോകത്തിൽ ആരും വിശ്വസിച്ചതല്ല, ഞാനും ഇഷ്ടപ്പെട്ടില്ല. പാട്ട് പാടിയ മോള് പറഞ്ഞല്ലോ, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ. അതെ, എനിക്കിനി വേണ്ട, കാരണം ഞാൻ അതുപോലെ അപമാനിക്കപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടന്റെ ഡെഡ് ബോഡി അമേൻ മോർച്ചറിയിൽ എടുക്കുമ്പോൾ വളരെ അടുത്ത വ്യക്തി, മീൻസ് എനിക്കത് പറയാൻ പറ്റുന്നില്ല, വ്യക്തിയെ അത്രയും മനുഷ്യരുടെ മുന്നിൽ വെച്ചെന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, ഇവൾ ഒറ്റയൊരുത്തിയാണ് ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ചതെന്ന് പറഞ്ഞ് ആ വേദന ഞാൻ അനുഭവിച്ച കടന്നുപോയ വഴികൾ, ദൈവത്തിന്റെ മക്കളെ, അതിനുശേഷം ജീവിതത്തിൽ ഉണ്ടായ ഒറ്റപ്പെടൽ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ. മൂത്ത മോളുടെ വിവാഹം മാത്രം നടന്നിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടത്. എനിക്ക് സഹായത്തിന് ആരുമില്ലായിരുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമല്ലാതെ, എൻ്റെ കരങ്ങളിൽ പിടിച്ചവൻ ആരുമില്ല. ഞാനൊരു വചനം പറയട്ടെ ദൈവത്തിന്റെ മക്കളെ. ആ നാളുകളിൽ എന്നെ ബലപ്പെടുത്തിയ ഒരു വചനമാണ് 138 സങ്കീർത്തനം, അതിന്റെ 3-ാമത്തെ തിരുവചനം. ഒന്ന് ആർക്കെങ്കിലും എടുത്ത് വായിക്കാമോ? ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഈ ദൈവത്തിന്റെ വചനം എൻ്റെ ഉള്ളത്തിൽ ബലം നൽകി. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ ആമേൻ ഹല്ലേലൂയ ബലം എനിക്ക് മറുപടി തരുമെന്നും എന്നെ ബലപ്പെടുത്തുമെന്നും എന്നെ ശക്തീകരിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഇനി ഞാൻ കർത്താവിന്റെ വേല ചെയ്യത്തില്ല. ഞാൻ ദൈവത്തിന്റെ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവനുണ്ടായിരുന്ന നാളുകളിൽ ഞാൻ ചെറിയ ചെറിയ കൺവെൻഷനുകളിൽ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടുതലും പരസ്യയോഗങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കുടുംബമായി ശക്തമായിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അനേക ദൈവസഭകളിൽ അമേൻ, ചെറിയ ചെറിയ മീറ്റിങ്ങുകളിൽ അമേൻ, തിരുവചന ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ കർത്താവിന്റെ തിരുവചന ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ രണ്ടുപേരെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ദൈവമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, കർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്യരുതെന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത വ്യക്തിയാ ഞാൻ. ദൈവത്തോട് ഞാൻ ചോദിച്ചു, എന്തിനിത് ഭവിച്ചുവെന്ന് ഞാൻ ദൈവത്തോട് ഒരുപാട് ചോദിച്ച സമയങ്ങളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ എന്നെ സ്നേഹിക്കുന്ന പ്രിയ അങ്കിൾ ഷാൻഡി, ഞാൻ പറഞ്ഞല്ലോ പേര് പറഞ്ഞവരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ലൗലി, വീണ്ടും കർത്താവിന്റെ വേല ചെയ്യണം, ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നതല്ലേ. ഞാൻ ദൈവത്തിന്റെ മക്കളെ, എൻ്റെ കൂടെ വരാൻ ആരുമില്ല, എനിക്കൊരു സപ്പോർട്ട് തരാൻ ആരുമില്ല. അപ്പോൾ ഈ ഉഷാന്റി അങ്കിളും എന്നോട് പറഞ്ഞു, നിങ്ങൾ ലൗലി എവിടെ ശുശ്രൂഷ ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടെ വന്നോളാം, അതോർത്ത് ഭാരപ്പെടേണ്ടെന്ന്. ദൈവത്തിന്റെ മക്കളെ, പിന്നീട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ഈ വായിച്ച വചനപ്രകാരം കർത്താവ് എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. ഇന്നും ചെറിയ തോതിലൊക്കെ അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം പരസ്യയോഗങ്ങളാണ്. പരസ്യയോഗങ്ങളിൽ ശുശ്രൂഷിപ്പാനും ചെറിയ കൺവെൻഷനുകൾ ഒക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. സഭകളിൽ ശുശ്രൂഷയ്ക്ക് വിളിക്കും. അതൊക്കെ വളരെ സന്തോഷത്തോടെ എല്ലാം മറന്ന് കർത്താവിന് വേണ്ടി ഓടുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു, എന്നെ ബലപ്പെടുത്തുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ദൈവത്തിന് മക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ മടുപ്പ് വരരുത്, നിരാശ വരരുത്.
ആമേൻ, നാം ഒന്നും കൊടുത്തിട്ടല്ല, നമ്മളിൽ എന്തെങ്കിലും നന്മ കണ്ടിട്ടല്ല കർത്താവ് നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ സമർപ്പണം എന്തായിരുന്നു? അന്ത്യത്തോളം ഞാൻ കർത്താവിനായി നിൽക്കുമെന്നുള്ളതല്ലായിരുന്നു നമ്മുടെ സമർപ്പണം. ഹല്ലേലൂയ. എന്നെ പ്രോത്സാഹിപ്പിച്ചവരുണ്ട്, എന്നെ സ്നേഹിച്ച് ആമേൻ ചേർത്ത് നിർത്തിയവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ഇന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവിന്റെ മാറോട് പറ്റിയിരുന്ന കർത്താവിന്റെ അരുമ ശിഷ്യനായ യോഹന്നാൻ ആമേൻ നമുക്ക് ആമേൻ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിലൂടെ ആമേൻ തെരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മളോട് അറിയിക്കുന്നതായ ദൈവത്തിന്റെ ആലോചനയാണ്. ഇതിന് പ്രായം ഒരു എന്താ പറയാ തടസ്സമേ അല്ല. ആരെങ്കിലും കൂടെ ഉണ്ടോ എന്നുള്ളത് ഒരു തടസ്സമല്ല, അതൊരു വിഷയമല്ല. സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ, അതൊന്നും ഒരു വിഷയമേ അല്ല. ദൈവത്തിന്റെ മക്കളെ, ആമേൻ, തെരഞ്ഞെടുത്തത് അത്യുന്നതനായ ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ഗ്രൂപ്പിൽ ഏകദേശം 139 പേര് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്, നിങ്ങളെ ഈ ഇത്രയും പേരെ ആമേൻ ഞാൻ ഉൾപ്പെടെ നമ്മെ ആമേൻ സർവശക്തനായ അത്യുന്നതനായ ദൈവം തന്റെ ഓമന പുത്രനിലൂടെ നമ്മെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്? പോകുക, ഫലം കായ്ക്കുക. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിനെ തെരഞ്ഞെടുത്തതല്ല, കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു. എന്തിനാണ്? പോയി ഫലം കായ്ക്കുവാൻ. അതേ ദൈവത്തിന് മക്കളെ, ആമേൻ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതെ, എന്നെ കർത്താവ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ആമേൻ യു-ടേൺ അടിച്ച് തിരിച്ചു വരുവാൻ ദൈവം എന്നെ സഹായിച്ചത് ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചന കേൾവിയാണ്, ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചന ധ്യാനമാണ് എന്നെ തിരിച്ചു വരുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, ആമേൻ, കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കണം എന്ന് ആഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചത്. ദൈവമക്കളെ, നമ്മെ തെരഞ്ഞെടുത്തത് ഈ ലോകത്തിലെ ഒരു മനുഷ്യരുമല്ല. മനുഷ്യരാണ് തെരഞ്ഞെടുത്തെങ്കിൽ ഞാൻ ഇവിടെ വരത്തില്ല, നിങ്ങളിൽ പലരും ഇവിടെ വരത്തില്ല. അവർ മുഖം നോക്കി തെരഞ്ഞെടുക്കും. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്, ആമേൻ, അപ്പസ്തോല പ്രവൃത്തി 10:34 ദൈവത്തിന്റെ വചനം പറയാ, ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ആമേൻ, ഏതു ജാതിയിലും ആമേൻ ദൈവത്തെ ഭയപ്പെട്ട് ആമേൻ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനെ അവൻ ആദരിക്കുന്ന മാനിക്കുന്നവനായ ദൈവമാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ്, നിങ്ങളെല്ലാവരും ദൈവത്താൽ ശ്രേഷ്ഠരാണ്, ആമേൻ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷേകത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് പോയി ഫലം കായ്ക്കാനാണ്. അപ്പൊ നമ്മളെ തെരഞ്ഞെടുത്തത് എവിടുന്നാന്ന് നമ്മളൊന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഈ ശുശ്രൂഷയിലൊക്കെ കുറച്ചായി കഴിയുമ്പോൾ ചിലർക്ക് എന്താ പറയാ, അവരിൽ ചില മാറ്റങ്ങളൊക്കെ വരും. ഞാൻ അങ്ങനെ ഒരു മാറ്റം വരാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. കർത്താവ് മാറ്റുന്ന മാറ്റങ്ങളൊക്കെ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ എവിടെ നിന്നാ തെരഞ്ഞെടുത്ത്. നിങ്ങൾ വായിക്കണം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-27 വചനം. ആമേൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാരും ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. സ്വർഗത്തിലെ ദൈവം ചെയ്തെന്നറിയോ? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം പോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. സമ്മതിക്കാവോ? കർത്താവേ, നീ പറഞ്ഞ വചനപ്രകാരം ഒരു പോഷയായത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കാൻ ദൈവം കൃപ തന്നത്. ബലമുള്ളതിനെ
ലജ്ജിപ്പിക്കുവാൻ കർത്താവ് ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഈ മുറിന്ന് അപ്പുറത്തെ മുറി പോണെ കൂട്ടിന് ആള് വേണമായിരുന്നു. പേടിത്തൊണ്ടിയായിരുന്നു. 4 പേര് ഒന്നിച്ചു നിന്നാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാ. ഞാൻ പറയാൻ വന്ന കാര്യം അവരോട് പറയാൻ എനിക്ക് പറ്റത്തില്ല. എന്റെ മുട്ടുകാല് വിറയ്ക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാന്. ഇപ്പോഴും ഞാൻ ഒന്നും ആയിട്ടില്ല ദൈവമക്കളെ, ഒന്നും ആയിട്ടില്ല. എന്തെങ്കിലും ആയെന്ന് പറയാൻ എനിക്ക് പറ്റത്തുമില്ല. ഞാൻ എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അത് അവന്റെ കൃപ മാത്രമാണ്, എൻ്റെ ദൈവത്തിന്റെ കൃപ മാത്രമാ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, വചനം നിങ്ങൾക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു സിസ്റ്റർ പ്രീത ഇവിടെ അത് കാണിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർക്ക് ലേഖനം 1 അധ്യായം അതിന്റെ 26, 27, 28 വചനം എഴുതി കാണിച്ചു. നമ്മളെ സ്ക്രീനിൽ കാണിച്ചു. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്തത് എവിടെ നിന്നാണെന്നുള്ള കാര്യം മറന്നു പോകുന്നവരാണ്. മനുഷ്യരെ കണ്ടാ പിന്നെ അവരറിയല. മനുഷ്യരോട് മിണ്ടാൻ അവർക്ക് ബുദ്ധിമുട്ടാ. പാവപ്പെട്ട ദൈവമക്കളെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കാൻ ബുദ്ധിമുട്ടാ. കാരണം അവരുടെ പേര് ചിലയിടത്തൊക്കെ ഒന്ന് വന്നുപോയി. അതുകൊണ്ട് പിന്നെ കൂടെ ഉള്ളവരെ ഒന്നും അവര് അറിയത്തില്ല. ദൈവമക്കളെ, അങ്ങനെയല്ല. വന്ന വഴി, കൊണ്ടുവന്ന വിധം, നടത്തിയ വഴികൾ നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നറിയോ? ഈ ഭോഷത്വമായ എന്നെ, ഈ ബലമില്ലാത്ത എന്നെ, കുലഹീനവും നികൃഷ്ടവുമായ നമ്മെ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയോ? ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കുവാൻ. പ്രശംസ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമുള്ളതാണ്. അപ്പൊ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് എവിടെ നിന്നാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇനി എഫേസ്യർക്ക് ലേഖനം 1 അധ്യായം 4 തിരുവചനം പറയുന്നു, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപ് അവൻ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. പ്രിയ ദൈവത്തിന്റെ മക്കളെ, എന്തിനാ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്? നാം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വിശുദ്ധരാകുവാൻ, നിഷ്കളങ്കരാകുവാൻ. എന്നാ തെരഞ്ഞെടുത്തത്? ഞാനിവിടെ ജനിച്ച് എനിക്ക് 30 വയസ്സായപ്പോഴാണോ? അല്ല. ഉലകം സ്ഥാപിക്കുന്നതിന് മുൻപ് അവന്റെ കണ്ണെന്നെ കണ്ടു. അതുകൊണ്ടാണ് ആ പാവപ്പെട്ട കുഞ്ഞാപ്പൻ ചേട്ടനിലൂടെ ഞങ്ങളോട് ആദ്യം ദൈവം സുവിശേഷം അറിയിച്ചു, തള്ളിക്കളഞ്ഞു. വീണ്ടും പറയലേ, ചൂണ്ടയിട്ട് പിടിക്കുകയെന്ന്. അതുപോലെ സർവശക്തനായ ദൈവം ജീവിതത്തിൽ കർത്താവ് ഉലക സ്ഥാപനത്തിന് മുമ്പ് കണ്ടതായതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു. ആ സമയത്ത് നമ്മൾ എന്ത് പറയും? ഞങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു, ഇതെന്തോ ഒരു ഗ്രഹപ്പഴയാ. എനിക്ക് ഈ രോഗത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പം എന്തോ ഗ്രഹപ്പഴയുടെ കാലമാണ്, കണ്ടില്ലേ തൊടുന്നതെല്ലാം പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവിശ്വാസികളായ, അന്ന് ഞാനും അവിശ്വാസിയാണ്, ഇവരെല്ലാം സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം ഹല്ലേലൂയ, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ദോഷമായിട്ട് തോന്നും. ദൈവത്തിന്റെ വചനം പറയാ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപാകെയാണ് നാം ആയിരിക്കുന്നത്. പ്രിയ ദൈവത്തിന്റെ മക്കളെ, റോമർക്ക് ലേഖനം 8:28 ദൈവത്തിന്റെ വചനമതാ പറയുന്നത്, ദൈവം തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം, അതെ, വളരെ നിശ്ചയത്തോടെയാ ഈ ഗ്രൂപ്പിലുള്ള 147 പേര്, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മെ കർത്താവ് വിളിച്ചത് വലിയ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. എന്തിനാണെന്നറിയോ? ഫലം കായ്ക്കുവാൻ. നമുക്ക് എളുപ്പമാണ് എവിടെ? എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ പോകാൻ, പറയാൻ, സംസാരിക്കാൻ ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വീട്ടിലിരിക്കാൻ നേരമില്ല. കർത്താവ് പറഞ്ഞു, വീട്ടിനകത്ത് ആദ്യം ഫലം കായ്ക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നോട് പിണങ്ങരുതേ, എന്നെ ആരും പഠിപ്പിച്ചതല്ലാത്തതുകൊണ്ടേ എനിക്ക് ഇങ്ങനെയോ ശുശ്രൂഷിക്കാൻ അറിയത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് തരുന്നത് അതേപടി പറയും. കർത്താവിനോട് അങ്ങനെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ബസ്സിലൊക്കെ ഇരുന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ദൈവമക്കളെ. എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് ചോദിച്ചു, ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ എന്നെ ചോദിച്ചാല് ബസ്സിന്റെ സൈഡിൽ ഇരുന്ന് ഞാൻ പുറത്തോട്ട് നോക്കി
എന്റെ ഉള്ളത്തിലുള്ള വചനമൊക്കെ ഞാൻ വിളിച്ചു പറയുമായിരുന്നു. എന്നാന്നറിയോ, ഇതിങ്ങനെ തിങ്ങി നിൽക്കുക, ആരും പഠിപ്പിച്ചിട്ടില്ല. ഒരിക്കലും ഒരു ദൈവത്തിന്റെ ദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ ഞാൻ വിശേഷമായ കൃപയാൽ നിന്നെ നിറയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ, എന്റെ ദൈവമേ, ഒന്നും അറിയത്തില്ല. എന്റെ ചേച്ചിമാരൊക്കെയാണ് വലിയ പഠിപ്പിസ്റ്റുകളും അങ്ങ് ഉന്നത പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരാ. വീട്ടില് ഏതാ ഇങ്ങനെ എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴേ എന്റെ വീട്ടിലുള്ളവർക്ക് നിങ്ങൾക്ക് അറിയാലോ, ഈ RC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്ക് ഇതറിയാം. അമ്മൻ എന്നാ പറയാ, ഗ്രഹപ്പഴയുടെ കാലത്താണ് ആ കൊച്ചുണ്ടായത്. കണ്ടില്ലേ, അപ്പനും പോയി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എന്നെക്കുറിച്ച് ഞാൻ കൊള്ളുകയില്ലാത്തവളായിരുന്നു. അതേ ദൈവത്തിന് മക്കളെ, എനിക്കൊരു കാര്യം ഒരാളോട് പറയണമെങ്കിൽ എൻ്റെ കൂടെ വരുന്ന എൻ്റെ ചേച്ചിമാരോ എൻ്റെ അമ്മയോ ആയിരുന്നു എനിക്ക് വേണ്ടി പറയുന്നത്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ 10ഉം 14ഉം വയസ്സുള്ളപ്പോ പോലും എൻ്റെ രോഗവിവരം പറയുന്നത് ഞാനല്ല. ഡോക്ടർ അതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ എന്താ പറയാ, എനിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. വിക്കൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അത് അങ്ങനെ വളർന്നത് കൊണ്ട്, ഇങ്ങനെ ഒതുക്കി വളർത്തിയത് കൊണ്ട് എൻ്റെ പേഴ്സണാലിറ്റി എന്താ പറയാ, ഇങ്ങനെ സ്ട്രിങ് ചെയ്ത് ഒതുങ്ങി ആയിപ്പോയി. പക്ഷേ എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവിനാൽ എന്നെ നിറച്ചു കഴിഞ്ഞപ്പോൾ, നമുക്കറിയാം 2 തിമോത്തി 1:7 ദൈവത്തിന്റെ വചനം പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെയാണ് അത്യുന്നതനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കാരും ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിഞ്ഞ വായിച്ച വേദ ഭാഗത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഫലം കായ്ക്കണമെങ്കിൽ കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-5 വചനം ഇങ്ങനെയാണ് പറഞ്ഞത്, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. താഴോട്ടുള്ള വചനങ്ങളും അത് തന്നെയാ പ്രിയ ദൈവത്തിന്റെ മക്കളെ. ഓർക്കണം, ആത്മീയമായി നാം ഫലം കായ്ക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി വില കൊടുത്തവനുമായ യേശുവിൽ ഞാൻ വസിക്കണം, യേശു എന്നിൽ വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഞാൻ വസിക്കണം, യേശു എന്നിൽ വസിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ. ഇനി ഒരു കാര്യം ഞാൻ പറയാം, യേശുവിൽ ഞാൻ വസിക്കണം, യേശു എന്നിൽ വസിക്കണം. ദൈവത്തിന് മക്കളെ, യേശുവിൽ ഞാൻ വസിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലേക്ക് നമ്മുടെ ചിന്ത ഒന്ന് കൊണ്ടുപോകാം. യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനം. എനിക്ക് തോന്നുന്നു എനിക്ക് ദൈവം തന്ന മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. എനിവേ, പോകുന്നിടം വരെ നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് പോകാൻ ദൈവം സഹായിക്കട്ടെ. 57:15 ഞാൻ അതിന്റെ ഭാഗം ഞാൻ തന്നെ പറയാണ്. അമ്മൻ, മനസ്താപമുള്ള ഹൃദയത്തിലും മനോവിനയം ഉള്ളവരുടെയും കൂടെ ഞാൻ വസിക്കും. എൻ്റെ മാന്യ സഹോദരിമാരെല്ലാരും ഇത് കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ പ്രീത സിസ്റ്റർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടത്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് 57:15 മനസ്താപമുള്ള ഹൃദയം, മനോവിനയമുള്ളിടത്ത് എൻ്റെ കർത്താവ് വസിക്കും. അടുത്തത് ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ തിരുവചനം പറയാണ്. യേശു അവരോട് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ വചനം പ്രമാണിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞങ്ങൾ വന്ന് അവനോട് കൂടെ വാസം ചെയ്യുമെന്ന ദൈവത്തിന്റെ വചനം ഇതാ താഴെ ഉണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളെ, ആരുടെ കൂടെയാ കർത്താവ് വസിക്കുന്നത്? ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവന്റെ കൂടെ കർത്താവ് വസിക്കും. അവനെ പിതാവായ ദൈവം സ്നേഹിക്കും. എന്നിട്ട് കർത്താവ് പറയാണ്, ഞങ്ങൾ വന്ന്, ആരാണ് ഈ ഞങ്ങൾ?
ഹല്ലേലൂയ. ആമേൻ. ത്രിഏക ദൈവം, ആമേൻ, ദൈവ സാന്നിധ്യം, ആമേൻ, ഹോളി സ്പിരിറ്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ കർത്താവായ യേശു, അബ്ബാ പിതാവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വന്നിറങ്ങും. ഇനി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരോ കർത്താവിന്റെ വേലയിൽ ചെയ്യുന്നവരോ ആയ ദൈവത്തിന്റെ ദാസിമാരോടും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവ മക്കളോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആരെയാ പേടി? കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ദൈവമക്കളെ, അത്യുന്നതനായ ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ, ആമേൻ, ഹല്ലേലൂയ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശു, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, സർവവ്യാപിയായി, ആമേൻ, നമ്മളെ, ആമേൻ, സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുക. ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ് കേട്ടോ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. കിടക്കാൻ നേരത്തെ ഞാൻ കർത്താവിനോട് പറയും, യേശുപ്പാ, ഊര്യവാളുമായി നിന്റെ ദൂതന്മാരെ എൻ്റെ ഭവനത്തിന് ചുറ്റും കാവൽ നിർത്തണം. പേടിച്ച് അരണ്ട് കിടന്ന എന്നെ എൻ്റെ യേശുപ്പച്ചനങ്ങ് ബലപ്പെടുത്തി. ഞാൻ പറഞ്ഞില്ലേ, 138 സങ്കീർത്തനം 3-ാമത്തെ വചനം ഞാൻ മറക്കത്തില്ല. എന്താണ്? ആമേൻ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി. അമേൻ. ആ പ്രിയ സിസ്റ്റർ സിമി മാത്യു സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞല്ലോ, കർത്താവെ, ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം. പ്രൈസ് ലോർഡ്. എഫേസ്യ ലേഖനത്തിൽ അപ്പസ്തോലനായ പൗലോസ് എഫേസ്യർ 3:16 അമേൻ പറഞ്ഞ, അമേൻ, എഫേസ്യ സഭയോട് അമേൻ അറിയിച്ച പ്രാർത്ഥനയാണിത്. ഉള്ളിലെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം. അപ്പൊ നമ്മുടെ ഉള്ളത്തിലങ്ങ് ധൈര്യം വരുമെന്നേ. ഇനി അടുത്ത ദൈവത്തിന്റെ വചനം അമേൻ നമുക്ക് ഒന്ന് കേൾക്കാം. അമേൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-29 വചനം എന്താ പറഞ്ഞേ? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകത്തില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുക ഇല്ല. അവൻ അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരെക്കാൾ വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ മക്കളെ, ഇതെല്ലാം ഉണ്ടല്ലോ ഹൃദയത്തിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാ. എന്നെ പിടിച്ചു പറിച്ചോണ്ട് പോകാൻ, നമ്മെ പിടിച്ചു പറിച്ചോണ്ട് പോകാൻ ദുഷ്ടൻ നോക്കും. ദുഷ്ടൻ തന്ത്രം മെനയും, ദുഷ്ടന്റെ തീയമ്പി നമ്മുടെ നേരെ എറിയും. പക്ഷെ വരുന്ന വഴിയിൽ അത്യുന്നതൻ അതിനെ കെടുത്തിക്കളയും. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമതാ. ആമേൻ. പിശാച് ആമേൻ ഉപദ്രവം അഴിച്ചു വിടാതിരിക്കത്തില്ല. പിശാച് കഷ്ടത അനുവദിച്ചു വിടാതിരിക്കത്തില്ല. ആമേൻ. തന്ത്രങ്ങൾ മെനയും. ഇനി വേറൊരു കാര്യമുണ്ട്, പിശാച് മാത്രമല്ല കഷ്ടത വരുത്തുന്നത്. ഞാൻ അധികം ഫലം കായ്ക്കേണ്ടതിന് എന്നെ ചെത്തി വെടിപ്പാക്കും. ഞാൻ അതിലൂടെ ഒത്തിരി ഒത്തിരി പൊക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാ. അമ്മേ, ഞാൻ എന്നിട്ട് ചോദിക്കും, എൻ്റെ കർത്താവേ, നീ ഉദ്ദേശിച്ച് വല്ലതും നടക്കുന്നുണ്ടോ? ചെത്തുന്നുണ്ട്. ഞാനാണെ വേദനയിലൂടെയാ പോകുന്നത്. പക്ഷെ ഒരു കാര്യം, ഭയങ്കര സമാധാനമാ ഉള്ളത്തിനകത്ത് ഒരു AC പിടിപ്പിച്ച പരുവത്തിലാ തമ്പുരാൻ കൊണ്ടുപോകുന്നത്. അതിനായിട്ട് സ്തോത്രം. ഒന്നിനെ കുറിച്ചും ശരിക്കും പറഞ്ഞ എനിക്ക് ഉറക്കവും ഒട്ടുമില്ലാത്ത വ്യക്തിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവന്റെ വേർപാടിന് ശേഷം എനിക്ക് ഉറക്കം വരത്തില്ലായിരുന്നു. ഒന്നുമല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കൂടെ എന്താ പറയാ, മാസങ്ങള് അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ നിന്ന്. കാരണം ഞങ്ങൾ മാത്രമേ ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തിന് വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് കൂടെ നിൽക്കാനൊന്നും, ഇതിങ്ങനെ കാണാൻ വേണ്ടി നോക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ എൻ്റെ സ്വർഗത്തിലെ ദൈവം ലജ്ജിപ്പിച്ചില്ല കേട്ടോ. ദൈവശ്രേഷ്ഠമായിട്ട് നടത്തി കേട്ടോ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ കർത്താവിന്റെ മുഖത്ത് നോക്കിയാലുണ്ടല്ലോ, കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. നോക്കി നിൽക്കുന്നവർക്കും നമ്മളെക്കുറിച്ച് ദോഷം പറഞ്ഞവരും ഒക്കെ അതിശയിക്കുമാറ് ദൈവം എന്ന് പറയാൻ നമ്മളെ അങ്ങ് കൈ പിടിച്ച് നടത്തും. അപ്പൊ ദൈവത്തിന്റെ വചനം ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരികയാണ്. കർത്താവിന്റെ വചനം പറയാണ്, എന്താണ്? ഫലം കായ്ക്കണമെങ്കിൽ നമ്മള് കർത്താവിൽ വസിക്കണം. കർത്താവ് നമ്മിലും വസിക്കണം. കർത്താവിൽ ഞാൻ വസിക്കണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഇതിനകത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉഷാന്റെ, അമ്മാളാന്റെ, ഫേബ, കുറെ സഹോദരന്മാർ കയറിയിട്ടുണ്ട്.
ഞാൻ അവരുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കണം. എനിക്കൊരു പ്രശ്നം വന്നു. ഞാൻ എന്നാ ചെയ്തു? അവരെ ഫോൺ ചെയ്യാതിരുന്നു. ആഴ്ചയിൽ ഒന്നാക്കി, പിന്നെ അത് മാസത്തിൽ ഒന്നാക്കി, പിന്നെ 2 മാസം കൂടുമ്പോഴാക്കി, പിന്നെ വർഷത്തിൽ ഒന്നാക്കി. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ഇരിക്കും നിങ്ങൾ പറ? ഓരോ ദിവസവും അതകന്നകന്നു പോകും. ഞാൻ കർത്താവിൽ വസിക്കണമെങ്കിൽ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഐ മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ആൻഡ് കർത്താവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ വീട്ടിൽ വസിക്കുന്നെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ പാർക്കുന്നു അല്ലെ? വീട്ടിൽ പാർക്കുക. കാരണം നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഇറങ്ങി ഷോപ്പിങ്ങിന് പോകണം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. ജോലിക്ക് പോകണോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. വീട്ടിൽ വസിക്കുകയല്ല, വീട്ടിൽ പാർക്കുക. പക്ഷേ ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് ഒരിക്കലും ഷോപ്പിങ്ങിന് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജോലിക്ക് പോകുന്ന കണ്ടിട്ടുണ്ടോ? ഫോർ എവർ ആൻഡ് എവർ അത് ഡീക്കിയായി നശിച്ചു പോകുന്നിടം വരെ അതിൽ തന്നെയാണ് ദൈവത്തിന്റെ മക്കളെ. അങ്ങനെയാണെങ്കിലേ കർത്താവിൽ എനിക്ക് വസിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായു എന്ന് ഞാൻ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ തിരുവചനം നമ്മളോട് ഇന്ന് പകലിൽ പറയാണ്, ഞാൻ കർത്താവിൽ വസിക്കണം. യേശു കർത്താവ് ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 12:24 പറഞ്ഞു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നു എങ്കിൽ അത് വളരെ ഫലം കായ്ക്കും. അപ്പൊ എന്നാ ചെയ്യണമെന്നറിയാവോ? യേശു ക്രിസ്തുവിലായി ഞാൻ എനിക്ക് ഒന്നും ആയിട്ടില്ല. ഫേബസിസ്റ്ററെ, എനിക്ക് കർത്താവ് എന്ന വചനത്തിന്റെ ഒരു ഭാഗം പോലും ആയിട്ടില്ല. സാക്ഷ്യം അത്ര എടുത്തത് കൊണ്ട് ഇങ്ങനെ പോകാനാ പറ്റുന്നത്. ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ തിരുവചനം പറയുന്നത് എന്നാന്നറിയാമോ? ഹല്ലേലൂയ. നമ്മള് യേശുവിനോട് ചേർന്ന് വസിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-15 വചനം പറയുന്നു, അവൻ തനിക്ക് ബോധിച്ചവരെ വിളിച്ചു, അവർ തന്റെ അടുക്കൽ വന്നു. എന്തിനാ അവൻ വിളിച്ചതെന്നറിയോ? തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടാകുവാനും അവൻ 12 വരെ നിയമിച്ചെന്ന വചനം. അപ്പൊ കൂടെ ഇരുന്നാലേ എനിക്ക് ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 6, പെട്ടെന്ന് ഞാൻ പറയാ, 2:6-7 വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിന്. അതാ ഞാൻ പറഞ്ഞ മുമ്പത്തെ ഫോൺ വിളി. മനസ്സിലായോ? കർത്താവിനെ ഫോൺ വിളിക്കാനല്ല പറഞ്ഞത്. നമ്മുടെ ഉള്ളത്തിൽ നിന്ന് കർത്താവുമായിട്ടൊരു കണക്ഷൻ എപ്പോഴും വേണം. എന്ത് ചെയ്യുമ്പോഴും, എവിടെ പോകുമ്പോഴും, എന്ത് പറയും, ഏത് പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും, ഏത് കഷ്ടതയിലൂടെ പോകുമ്പോഴും കർത്താവിന്റെ വചനം പറയുന്നത് എന്നറിയോ? എൻ്റെ ദൈവമക്കളെ, കഷ്ടത അനുഭവിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. കഷ്ടതയിലാണ് എൻ്റെ അപ്പന്റെ സാന്നിധ്യം ഏറ്റവും അടുത്ത് നാം അനുഭവിച്ചറിയുന്നത്. ഞാനത് വളരെ എൻ്റെ രോഗത്തിന്റെ അവസ്ഥയില്, എൻ്റെ ഒറ്റപ്പെടലിന്റെ അവസ്ഥയില്, എൻ്റെ കുഞ്ഞിന്റെ വിഷയത്തില്, നിന്ദകളുടെ അപമാനത്തിന്റെ, ഞാൻ വളരെ ഷോർട്ടായിട്ടാ പറഞ്ഞത്. അതിന്റെയൊക്കെ മധ്യത്തില് എന്നെ ബലപ്പെടുത്തിയത് പുറത്തുനിന്നൊരു മനുഷ്യനല്ല, എൻ്റെ ഉള്ളത്തിൽ ബലം തന്ന് എന്നെ ധൈര്യപ്പെടുത്തി ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞവന്റെ ഹല്ലേലൂയ സാന്ത്വനത്തിന്റെ വാക്കാണ് എന്നെ ഇന്നുവരെ ബലപ്പെടുത്തുവാനിടത്. അപ്പൊ കൂടെ ഇരുന്നാൽ എന്നാ പറ്റുമെന്നറിയോ? സ്വഭാവം മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ സ്വഭാവം മാറുമെന്ന്. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. കർത്താവ്, ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് ഞാനൊന്ന് ചോദിച്ചിട്ടേ കാര്യമുള്ളെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. കർത്താവ് പഠിപ്പിച്ചു. എന്താണ്? കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഊമനായി നിന്ന കുഞ്ഞാടിനെ മറക്കരുത്. വെളിപ്പെടുത്താൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, നീ മിണ്ടാതിരുന്ന് ഞാൻ നിന്റെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളാൻ പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം. പ്രിയ സഹോദരിമാരെ, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തലുകളും അപമാനങ്ങളും നിന്ദകളും വീട്ടിനകത്ത് നിന്ന് പോലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരിമാരെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആരുടെ മുൻപിൽ ഒന്നും തെളിയിക്കാൻ പോകണ്ട. കർത്താവ് വേണ്ട കാര്യം ചെയ്യും. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന്റെ വചനം പറയാണ്, കൂടെ ഇരുന്നാൽ
നമ്മുടെ സ്വഭാവം മാറും. എന്നിട്ട് ഈ കർത്താവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആമോസിന്റെ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. 2 പേര് ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ എന്നാ ഫലം കായ്ക്കുന്നതില്, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്നാ പറഞ്ഞത്. അങ്ങനെ വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്ന കർത്താവ് പറഞ്ഞേ. അപ്പോൾ കർത്താവ് നമ്മളിൽ വസിക്കണമെങ്കിൽ കർത്താവ് ഞാനുമായിട്ട് എന്താ പറയാ, ഒരു കർത്താവ് കോംപ്രമൈസിന് തയ്യാറല്ല. കർത്താവ് ഞാനുമായിട്ട് ഒന്നിച്ചു പോകണം. ഒന്നിച്ചു പോകണമെങ്കിൽ സെക്കൻഡ് തിമോത്തി 2:13 ദൈവത്തിന്റെ വചനം പറയാണ്, അവന് തന്റെ സ്വഭാവം ത്യജിക്കത്തില്ല. എന്താണ് അവന്റെ സ്വഭാവം? നമ്മുടെ കർത്താവിന്റെ വചനം പറയുന്നു, അവൻ വിശുദ്ധനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനാ? വിശുദ്ധരും നിഷ്കളങ്കരുമാക്കാൻ. അവൻ കർത്താവിന്റെ സ്വഭാവം എന്താണ്? അവൻ വിശുദ്ധിയിൽ ഭയങ്കരനാണ്. അപ്പം വിശുദ്ധനായ ദൈവത്തോട് ഈ അശുദ്ധയായ ഞാൻ കൃപയാൽ അവനിൽ വസിക്കുവാനായിട്ട് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച് ദൈവവചനം വായിച്ച് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഞാൻ കർത്താവിനോട് ചേർന്ന് നടക്കാൻ തീരുമാനമെടുത്ത് എൻ്റെ സൈഡിൽ നിന്ന്, എന്താ യാക്കോബിന്റെ ലേഖനം 4:7 പറയുന്നത്? ആമേൻ, ഹല്ലേലൂയ. നാം ദൈവത്തോട് അടുക്കാൻ തുടങ്ങിയാൽ കർത്താവ് നമ്മളോട് കൂടുതൽ അടുത്തു വരും. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നമ്മോടും അടുത്തു വരും. ദൈവത്തിന്റെ മക്കളെ, അപ്പോഴ് ഈ കർത്താവിനോട് ഞാൻ കൂടുതൽ അടുത്തിരിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ വിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധി, അത് നമ്മുടെ പ്രവൃത്തി നിമിത്തമല്ല, കർത്താവ് നമ്മെ ശുദ്ധീകരിക്കും. കർത്താവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് അവൻ നമ്മെ കഴുകി വെടിപ്പാക്കും. നമുക്ക് മാറ്റാൻ മേലാത്ത ക്യാരക്ടർ കർത്താവും മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാണ്, താഴ്മ, സൗമ്യത, വിനയം, ദീർഘക്ഷമ ഇതില്ലാതെ ഒരു വ്യക്തിക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. താഴ്മ, വിനയം, സൗമ്യത, ദീർഘക്ഷമ, ഇന്ദ്രിയജയം. നമുക്കറിയാം ദൈവാത്മാവിന്റെ ഫലത്തെ കുറിച്ച് നമുക്കറിയാം. യേശുവിനെ കുറിച്ച് പറയുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങൾ. തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ത്യജിച്ച്, അതെ, ഞാൻ എന്ന അഭാവം മാറണം കർത്താവിന് വേണ്ടി. പ്രയോജനപ്പെടണം. ഞാൻ വേഗത്തിൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ്, ഒരുപാട് വചനങ്ങളും ദൈവിക ആലോചനകളും ദൂതുകളും ഒക്കെ ഉണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് സോറി, ഞാൻ ഒരൊറ്റ വചനം കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് നിർത്താം. സെക്കൻഡ് തിമോത്തി 2-ാം അധ്യായം 20-21 വചനങ്ങൾ ദയവായിട്ട് എടുത്ത് വായിച്ചാട്ടെ. സെക്കൻഡ് തിമോത്തി 2:20-21. ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ മാത്രമല്ല, മരവും മണ്ണുകൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ മനസ്സിലാക്കി തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് പ്രയോജനവുമുള്ള മാനപാത്രമായി തീരും. മനസ്സിലായോ? മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എക്സ്പ്ലനേഷന് ടൈമില്ല. കറക്റ്റ്, എല്ലാം ചന്തോചിതമായിട്ട് നടക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കണം, എനിക്കു ഫലം എൻ്റെ ഉടമസ്ഥനാരാ? 1 കൊരിന്ത്യർ 6:19 പറയുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ. അപ്പോൾ വില കൊടുത്ത് വാങ്ങിയ ഒരു ഉടമസ്ഥനുണ്ട്. അവൻ്റെതാണ് ഞാന്. എനിക്കിഷ്ടമുള്ള വഴിയെ പോകാൻ പറ്റത്തില്ല, എനിക്കിഷ്ടമുള്ളിടത്ത് പോയിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ കർത്താവ് പറഞ്ഞ വഴിയിൽ ഞാൻ നടക്കുമ്പോൾ എൻ്റെ ഉടമസ്ഥന് പ്രയോജനമുള്ളവരായി തീരണമെങ്കിൽ ഞാൻ തീരുമാനമെടുക്കണം, എനിക്ക് ഫലം പുറപ്പെടുവിക്കണം. ദൈവമക്കളെ, ഈ ലോകത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന, യേശുവിന്റെ സുവിശേഷം അറിയിക്കുന്നവനെ അവിടെ ചെല്ലുമ്പോൾ
കോടാനുകോടി ദൂതന്മാരാ എതിരേൽക്കാൻ ആമേൻ ഹല്ലേലൂയ ഇറങ്ങി വരുന്നത്. അത് നിങ്ങൾക്കറിയാമോ? ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മെ എതിരേക്കാൻ വരും. കാരണം ആമേൻ ദൈവത്തിന്റെ സ്ഥാനാപതിയായി നമ്മെ ഇവിടെ ആക്കിയിരിക്കുക. എന്തിനാണെന്നറിയോ? നാശത്തിൽ കിടക്കുന്ന നിത്യനരകത്തിലേക്ക് പോകുന്നവനെ ദൈവത്തിന്റെ വചനം കൊടുത്ത് ഈ രക്ഷയുടെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ എല്ലാവരും. നിങ്ങൾ ശ്രേഷ്ഠരാണ്, നിങ്ങൾ മാന്യരാണ്. ദൈവം നിങ്ങൾക്ക് കൃപ തന്നിട്ടുണ്ട്. എന്റെ ഈ പ്രശ്നം മാറട്ടെ, ഞാൻ കർത്താവിന്റെ വേല ചെയ്യാമെന്ന് തീരുമാനമെടുക്കരുത്. ഈ കഷ്ടതയുള്ളപ്പോ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ക്രിസ്തുവിന് വേണ്ടി നല്ല ഫലം പുറപ്പെടുവിക്കുന്നവനാ. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ നിന്ന് നല്ലത് എല്ലാം പുറപ്പെടുവിക്കും. നമുക്ക് അങ്ങനെയായി തീരുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസി ഫേബ സിസ്റ്ററിനോടും കുടുംബത്തോടും എംഎൻഎസ്ആർ മലയാളം ഫെലോഷിപ്പിലുള്ള എല്ലാ ദൈവമക്കളോടും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ കർത്താവിന്റെ ദാസന്മാർ ദാസിമാർ എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത മകളോട് പ്രത്യേകം നന്ദി. അമേൻ. പ്രാർത്ഥിച്ച് സഹായിച്ച കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി, അനുവാദം തന്ന ദൈവദാസിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.